ഏഞ്ചൽ നായർ ഇവിടെ ഇപ്പോൾ ഈ ബജറ്റിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 2024 ബജറ്റിൽ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ ലഘൂകരിക്കുക, വനമേഖലയെ ആശ്രയിച്ചു കഴിയുന്ന വിഭാഗങ്ങളിലെ ജീവനും ജീവനോപാധിക്കും സംരക്ഷണം നൽകുക, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായുള്ള ഒരു കവചമായി വനമേഖലയെ ഉപയോഗപ്പെടുത്തുക എന്നീ വിഷയങ്ങൾക്ക് 2024-25 ഊന്നൽ നൽകുന്നുണ്ട് എന്നത് ഈ ബജറ്റിൽ പറയുകയാണ്. സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ച വനസൗഹൃദ സദസ്സിലൂടെ ലഭിച്ച പരാതികളിൽ 4797 പരാതികൾ ലഭിച്ചു. അതിൽ 4311 പരിഹരിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകി വരികയും ചെയ്യുന്നു. അപ്പോൾ മനുഷ്യനും മൃഗങ്ങളും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഈ സംഘർഷം ഒരു പ്രധാന വിഷയമായി തന്നെ കാണുന്നു. അതിനെ പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള തരത്തിലുള്ള സമീപനങ്ങളുണ്ട്, അതിനുള്ള നീക്കിയിരിപ്പുകളുണ്ട്. ഈ രീതിയിലൊക്കെ തന്നെയാണോ സർക്കാർ സമീപിക്കേണ്ടത്, അതോ ഇതിലും കൂടുതൽ ശ്രദ്ധ ഈ വിഷയത്തിൽ വേണമോ? നമ്മുടെ ഒരു വലിയ ഭാഗം ഭൂപ്രദേശം മലയോര മേഖലയാണ്, അവിടങ്ങളിലെല്ലാം തന്നെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം ശ്രദ്ധയിലുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇതിൽ കൂടുതൽ കരുതൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ മേഖലയിൽ ഈ പ്രശ്നത്തിൽ വേണമെന്നതാണോ താങ്കൾ കരുതുന്നത്? ഇവർക്ക് അറിയില്ലാത്ത ഒരു കാര്യമാണ് എങ്ങനെയാണ് കൺസർവേഷൻ മെക്കാനിസം എന്ത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ബേസിക്, അതായത് ഒരു 10ാം ക്ലാസ് സ്റ്റുഡൻറ്റിൻ്റെ ഒരു വിവരം പോലും ഇല്ലാത്ത ഒരു വകുപ്പാണ് വനം വകുപ്പ്. ഒരു കാട്ടുമന്ത്രിയുണ്ട്, ആ ആൾക്ക് എന്തിനാണ് കാട്, എന്തിനാണ് വന്യജീവികൾ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയില്ല. അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് ആ മൃഗശാലയിൽ ഒരു കൂട്ടിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിനോദസഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ പറ്റും. അതിനപ്പുറത്തെ കൂട്ടിലിടേണ്ടത് ഇവിടുത്തെ ചീഫ് വൈൽഡ് വാർഡൻ എന്ന് പറയുന്ന ജയപ്രസാദിനെയാണ്. പറ്റുമെങ്കിൽ ആ വയനാട് DFOനെ 3ാമത്തെ കൂട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഗുണം ഇതുങ്ങളെ കൊണ്ട് ഉണ്ടാവും. 10 പൈസയുടെ അറിവോ കാര്യങ്ങളോ ഇല്ലാത്ത ജീവികളാണ് ഈ 3 അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഈ കാട് ഇവർ ഈ ബജറ്റ് ഉണ്ടാക്കുന്നത് കാശ് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 4500 കേസിന് പരിഹാരം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ എൻ്റെ ഒരൊറ്റ കേസിന് പോലും ഇതേവരെ 4-5 വർഷമായിട്ടുള്ള 6 വർഷമായിട്ടുള്ള കേസുകൾക്ക് ഒരെണ്ണത്തിൽ പോലും പരിഹാരമില്ല. ഓരോന്നിനും ഞാൻ കോടതിയിലേക്കാണ് ചെല്ലുന്നത്. ഹൈക്കോടതിയിൽ എൻ്റെ കേസുകൾ മുഴുവൻ കിടക്കുന്നത്. ഓരോ ഇഷ്യൂവിനും ഓരോ റിട്ട് ഹർജിയായിട്ട് സമർപ്പിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പം തന്നെ എൻ്റെ 12ഓളം കേസുകൾ ഈ വനം വകുപ്പിന് എതിരെയാണെന്ന് നോക്കണം. ഈ വന്യജീവികളെ ഇവർ കശാപ്പ് ചെയ്യാൻ കൂട്ടുനിന്നതിൻ്റെയും കാട് നശിപ്പിച്ചതിൻ്റെയും ഒക്കെ കേസുകളാണ് ഞാൻ കോടതിയിലിട്ടിരിക്കുന്നത്. അതിൻ്റെ കസ്റ്റോഡിയൻ അവരാണ്, അത് നടപ്പിലാക്കേണ്ടവരാ. ഇവരുടെ അനാസ്ഥകൾക്ക് എതിരെയാണ് ഞാൻ കേസ് നടത്തിയിരിക്കുന്നത്. ഇവരെ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ കൊള്ളയടി ഒന്ന്, ഈ കോടതികൾ ഇവർക്കെതിരെ കടുത്ത നടപടികൾ എടുക്കണം. ഇത് വളരെ ഒരു സോഫ്റ്റ് കോർണർ അപ്രോച്ചാണ് കേരളത്തിൽ ഹൈക്കോടതി പോലും എടുക്കുന്നത്. ഇവർ പറയുന്നത് വിശ്വസിക്കുകയാണ്, ഞങ്ങളെ മാതിരിയുള്ളവർ പറയുന്നത് മുഴുവൻ നുണ എന്നുള്ള രീതിയിലാണ് കോടതികളും കാണുന്നത്. ഈ അവസ്ഥ മാറണം. അത് ഇപ്പം ഈ കേരളത്തിൽ ഇവർ ഈ 5-6 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടുന്ന് ഈ അക്കേഷ്യ, ഈ തേക്ക്, യൂക്കാലിപ്സ്, മാഞ്ചിയോ ഇതൊക്കെയാണ് ഇതിനകത്ത് വച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. തേക്ക് 4.5 ലക്ഷം ഏക്കർ സ്ഥലത്ത് ഈ പ്ലാന്റേഷനുകളാണ്. ഇത് കൂടാതെ ഈ അക്കേഷ്യ, യൂക്കാലിപ്സ് ഇങ്ങനെയുള്ള ഇടകൃഷികൾ വേറെ നടത്തുന്നുണ്ട്. അതായത് ഒരു 5 സ്ക്വയർ മീറ്റർ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻവേർട്ടഡ് അല്ല, ഈ വൺ ടൈം പ്ലാന്റേഷന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്ലാന്റ്സിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാട് ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് വരുന്നത്. ഈ ജീവികൾക്ക് ഭക്ഷണവും വെള്ളവും വേണം ജീവിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നുള്ളത് അവർ തെളിയിച്ചതാണ്. ഈ തണ്ണീർക്കൊമ്പനെ വെടിവെക്കുമ്പോൾ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ അതിന് വെള്ളം കുടിച്ചിട്ടില്ല. അങ്ങനെ ഒരു ജീവിക്ക് ആണ് മയക്കുവെടി വെക്കുന്നത്, അതിന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ബോധം അവിടെ നിന്ന് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഇത് എങ്ങനെ വിജയിക്കും? ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കാട് സംരക്ഷിക്കാന്നോ വനം സംരക്ഷിക്കാന്നല്ല. ഇപ്പൊ ഈ ഫെൻസിങ് നടത്തുന്നത് എന്തിനാ? ആ കോടികൾ ഈ ഫെൻസിങ് വിജയിക്കില്ലാത്ത കാര്യമാണ്. ഈ നിരത്തിപ്പിടിച്ച് ഫെൻസിങ് വെച്ച് കഴിഞ്ഞാൽ ഈ ആനയ്ക്ക് അതിനകത്ത് വെള്ളം വേണം. ഈ ആന ചാലുകളിൽ ആണ് ഇവർ മൂട്ടുന്നത്. അപ്പൊ പുതിയ വഴികൾ തേടുകയാണ് ഈ ആനകൾ ചെയ്യുന്നത്. ആനകൾ വെള്ളം കുടിക്കാതെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ അത് ബോംബെക്ക് വണ്ടി കയറുമെന്നൊന്നും കരുതണ്ട. ആ വെള്ളം അതിനകത്ത് ഈ ചെക്ക് ഡാംസ് ഉണ്ടാക്കാൻ കോടികളാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. എവിടെ നിങ്ങൾക്ക്